നിനക്കൊക്കെ എന്താ പെണ്ണുങ്ങളെ പോലെ ഭ്രാന്തമാകുന്നത് മലയാള സിനിമയിൽ കാലം വെച്ച നമ്മളൊക്കെ പ്രിയപ്പെട്ട നസ്ർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. സിനിമയെ പറ്റി കൂടുതലും പറയാനില്ല. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിക്കാര. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാലും നമുക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പാടുണ്ട്. എന്തായാലും ഇതൊരു വലിയ ടീമിലൊരു ഒന്നുമല്ല, 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ അല്ല, ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത്. ഇത്രയും നാള് കൂട്ടിയിട്ട് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിന്റെ ട്രെയിനിങ്, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, സിനിമയുടെ കൂടെ ഒരു ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റാമാനൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റി. ശിക്ഷിക്ക ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി എല്ലാവർക്കും ആണോ? ഉണ്ടോ? അല്ല, ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യാനെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എന്തായാലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇടിച്ചിട്ട് ഒരാൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു ചെയ്യുന്നത് അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. ചോര എടുത്തോണ്ട് പോയി സെറ്റലെടുത്തത് ഹോസ്പിറ്റലാക്കി. ഇതേ കുറെ നല്ല മനസ്സിലായില്ലേ. നമ്മുടെ കൂട്ടത്തില് നസ്ലിന്റെ ഒരു ഫാൻ ബോയ് വെച്ചൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു പാട്ട് പാടാൻ ചോദിച്ചിരിക്കുന്നത്. എല്ലാ കോളേജിൽ അപ്പൊ അത് ഞാൻ കഴിയുമ്പോ പാടാം. ഞാൻ 4 ചോദിക്കുമ്പോ ഓക്കെ. ഇത് റോഹിണി പത്ത് വെച്ചാണോ? വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ കലോത്സവ പരിപാടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടയർഡാണെന്ന് അറിയാം. എന്നാലും താങ്ക് യു ഫോർ ദ എനർജി ഫോർ ആലപ്പുഴ ജിക്കാര. ഞാൻ ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തേത് ഒരു ഇതേപോലെ ഫംഗ്ഷന് വേണ്ടി തന്നെയാണ്. 2ാമതേ വരുന്നത് പ്രളയത്തിലാണ്. പ്രളയത്തിന്റെ ടൈമിൽ ഒരുപാട് ആൾക്കാർക്ക് അഭയം കൊടുത്ത സ്ഥലമാണ് കുസാറ്റ്. ആ ടൈമിൽ ഒരുപാട് സാധനങ്ങൾ എടുക്കുകയും ആൾക്കാരെ. അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ച എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് കോമഡി ജേർണൽ പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവി ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ അറിയിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ള സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷൻ, നല്ല ഫൈറ്റിംഗ് കാണാൻ പറ്റും. ബോക്സിങ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമയാണ്. ആൻഡ് യു നോ ദീഷിക്കാലെ. അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തൊരു നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്. BBG ആൻഡ് ലുക്മാൻ. അവരൊക്കെ എല്ലാവരും ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ. താങ്ക് യു സോ മച്ച്.
വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകയില്ല കട്ടായം കിനാവ് കൊണ്ടു കെട്ടിക്കൊണ്ടാണ് അതിൽ മധുരം തന്നെ രാജാവും ചെറിയ ഭൂമിയെ ഭീതിച്ചത് നമുക്ക് ഉച്ചിക്കിറുക്കി ഉയരത്തി പറക്ക് ചെറിയ പൂത്താല് താമര കണക്ക് ചോറ് പോലെ കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഥന്റെ കഥയൊന്നും അറിയാത്ത കൂട്ടം പുരസ്കരങ്ങളിലൊപ്പു നോട്ടം വയറ് നിറങ്ങാനേ നെട്ടോട്ടം വലയിലൊതുങ്ങാത്ത വരലിൽ കൂട്ടം. ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കാണുമ്പോൾ കണ്ടിരിക്കാൻ തന്നെ നസ്ലിന്റെ എന്ത് രസമാണ്. ഭയങ്കരമായിട്ട് ഇത് ചോദ്യമല്ല, അത് എനിക്ക് ഭയങ്കര താങ്ക് യു, ഒത്തിരി സന്തോഷം. ഇഷ്ടപ്പെട്ടതിൽ ഇനി അപ്പോൾ എല്ലാ പടങ്ങളും കാണാൻ സോഷ്യൽ മീഡിയ കത്തിക്കണം എന്ന് പറയും. എന്താ പ്രണയിക്കണ്ടോ?